ഹലോ ആൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എമൈൽ ദർക്കേമിന്റെ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറയും. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യോളജി, അല്ലെങ്കിൽ സോഷ്യോളജി എങ്ങനെയാണ് ഈ സൈക്കോളജി, ഫിലോസഫി, ബയോളജി പോലത്തെ വിവിധ തരം വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. അത്തരത്തിൽ ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത്, അല്ലെ അതിന്റെ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം പറയുന്നത് സോഷ്യോളജിയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്ന ഒരു ഘടകത്തെ സംബന്ധിച്ചിട്ടാണ്. സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നതാണ് എന്ത്, സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ. അതാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജിയെ മറ്റ് ഇതര ഡിസിപ്ലിനിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടിനെ പറ്റി അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഫാക്ടിന്റെ ഒരു എൻക്വയറി, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഫാക്ടിന്റെ പഠനത്തിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ ഫാക്ടുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം സോഷ്യോളജി ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് വെക്കേണ്ട ഒരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സോഷ്യൽ ഫാക്ട്. സോഷ്യൽ ഫാക്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോഷ്യോളജിയെ എന്ന് പറയുന്ന ഡിസിപ്ലിൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ എൻക്വയറിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ട് ആണെന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ട്, സോഷ്യോളജി ഡിസിപ്ലിൻ ഒക്കെ വരുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ എമർജ് ചെയ്യുന്ന കാലഘട്ടം. അഗസ്റ്റ് കോംറ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യോളജിയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ നിന്ന് കുറച്ചും കൂടി കൂടുതൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറച്ചും കൂടി വിപുലീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം എന്ത് വരുന്നത്, സോഷ്യോളജി അഗസ്റ്റ് കോംറ്റെ പറഞ്ഞ പോലല്ല, അതിലും കുറച്ചും കൂടി വിപുലമായിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടിന്റെ പഠനത്തിലൂടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മൾ ദർക്കേമിന്റെ സോഷ്യൽ ഫാക്ടിന്റെ ഡെഫിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർക്കേം പറയുന്നത് സോഷ്യൽ ഫാക്ട് എന്താണ്. A social fact is a way of acting, thinking, and feeling that exists outside individual consciousness, but exerts a coercive power over individual. അതൊന്നുമല്ല, മനുഷ്യരൊക്കെ സമൂഹത്തിൽ, ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്തും അവർക്ക് ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ആക്ഷൻസ്, നമ്മളെ പ്രവൃത്തികള്, നമ്മളെ ചിന്തകള്, നമ്മളെ ഫീലിങ്സുകള്, അതൊക്കെ എന്താണ്, നമ്മുടെ പുറത്തു നിന്നുള്ള, സമൂഹത്തിൽ നിന്നുള്ള ഒരു തരം ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോഴ്സീവ് പവർ നമ്മുടെ മേലുണ്ടായിരിക്കും എപ്പോഴും. നമ്മുടെ ആക്ഷൻസിലാവട്ടെ, നമ്മുടെ ചിന്തകളിലാവട്ടെ, ഫീലിങ്സുകളിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലൊരു സംഗതി എപ്പോഴും സമൂഹത്തിലുണ്ടാവും. ഈ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മൾ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല, പകരം നമ്മൾ രൂപീകരിക്കുന്ന, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആശയങ്ങളാവട്ടെ, ആക്ഷൻസുകളാവട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളൊക്കെ എന്താണ്, സമൂഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള സമൂഹം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഒരു തരത്തിലുള്ള കോവേഴ്സീവ് പവർ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ എല്ലാത്തിന്റെയും മുകളിൽ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം ബേസിക്കലി ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ ഫാക്ടിന്റെ പഠനത്തിലൂടെ മാത്രമേ സോഷ്യോളജി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഫാക്ടിനെ എന്തായി കാണണം എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ ഫാക്ടുകൾ എന്ത് ചെയ്യണം, ആസ് എ തിങ്സ്, സോഷ്യൽ ഫാക്ടിനെ ഒരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, തിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് എംപെരിക്കലി ഒബ്സർവ് ചെയ്യാനും, തിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സംഭവം, അല്ലെ ഒരു തിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ, അത് എംപെരിക്കലി ഒബ്സർവ് ചെയ്യാനും, അതുപോലെ അതിനെന്ത് ചെയ്യണം, നമുക്ക് അനാലിസിസ് ചെയ്യാനും കഴിയണം. അതിന് കഴിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം എന്ത് ചെയ്തിട്ട് സോഷ്യൽ ഫാക്ടുകളെ ഒരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതന്നെ എന്തിനാണ്, എംപെരിക്കലി നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യാനും അതുപോലെ അനാലിസിസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ സോഷ്യൽ ഫാക്ടുകളെ ഒരു തിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. പിന്നെ വരുന്നതാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഫാക്ടുകളെ സൂയി ജനറസ് ആയിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂയി ജനറസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം സോഷ്യൽ ഫാക്ടുമായി ബന്ധപ്പെട്ട്. അത് മറ്റൊന്നുമല്ല, അതിന്റെ അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓവൺ. അതായത് അത് എന്തിന്റെയും ഒരു
ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് സ്വമേധ ഉണ്ടായി നിൽക്കുന്ന അവിടെ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് യുണീക്ക് ആണ്, അത് അതിന്റെ ബേസിൽ തന്നെ നമ്മൾ കാണണം. അതിനെ യാതൊരു വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഡിപ്പെൻഡ്, അതിന്റെ എക്സിസ്റ്റൻസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് എപ്പോഴും അതേ രീതിയിൽ തന്നെ ആ എങ്ങനെയാണോ ഉള്ളത് ആ സംഗതിയായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു വേർഡായിട്ട് സൂയി ജനറേസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നത് സോഷ്യൽ ഫാക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ ഫാക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ സോഷ്യൽ ഫാക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ സമൂഹം നമ്മളെ മേലിൽ ഇരുത്തുന്ന ഇൻഫ്ലുവൻസിനെ, അല്ലെങ്കിൽ നമ്മളെ മേലിൽ ചെലുത്തുന്ന ഒരു പവർ, ഇതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എക്സ്റ്റേണലാലിറ്റി എന്ന് പറയും. എക്സ്റ്റേണലാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അത് നമ്മുടെ ഇൻഡിവിജ്വൽ, ആ നമ്മുടെ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെ പുറത്തുനിന്ന് വരുന്ന എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട് ഒരു പവർ നമ്മളെ മേലിൽ വരും, ആ രീതിയിൽ മനസ്സിലാക്കിയത്. അതാണ് എക്സ്റ്റേണലിറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദേ ആർ നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് വിൽ ഓർ കോൺഷ്യസ്നസ് ബട്ട് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സോഷ്യൽ റിലം. സോഷ്യൽ റിലത്തിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ വില്ലിനോ കോൺഷ്യസ്നെസ്സിനോ ഇതിലോ രൂപപ്പെടുന്നതല്ല, പകരം അതിന്റെ ഇൻഫ്ലുവൻസിലൂടെ ആയിരിക്കും നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തന മേഖലയെ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നതൊക്കെ ആ ഒരു എക്സ്റ്റേണാലിറ്റി ആയിട്ട് ഉണ്ടായത് കൊണ്ടാണ്. സോഷ്യൽ ഫാക്ട് എന്താണ്? അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളെ പേരിൽ പവർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ വരുന്നത് അതിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ആണ്. അതായത് സോഷ്യൽ ഫാക്ടുകൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും നമ്മളെ പേരിൽ ഒരു പ്രഷർ ആൻഡ് ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇട്ടവട്ട് ഓരോ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാവും. ആ കൺസ്ട്രെയിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സംഗതികളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, സാങ്ഷൻസ്, പണിഷ്മെന്റ്, കാര്യങ്ങളൊക്കെ, ഇത് ഒരു തരം കൺസ്ട്രെയിൻ ഉണ്ടാവും. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പണിഷ് ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് നമുക്ക് നമ്മളെ മേലിൽ ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൺസ്ട്രെയിൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്, ജനറലാലിറ്റി എന്ന് പറയുന്നത്. ജനറാലിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ട്സ് ആർ ജനറൽ ഇൻ നേച്ചർ. ദേ ഡു നോട്ട് അപ്ലൈ ടു സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ബട്ട് റദർ അപ്ലൈ ബ്രോഡ്ലി അക്രോസ് ദ സൊസൈറ്റി. അത് മറ്റൊന്നുമല്ല, അത് പൊതുവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും എന്തല്ല, ഒരു പേഴ്സണ് വേണ്ടി മാത്രമായിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. പകരം എന്താണത്, പേഴ്സണ് പുറത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് പുറത്ത് പൊതുവായിട്ട് എല്ലാവർക്കും ഒരേപോലെ അക്രോസ് ദ സൊസൈറ്റി ഉണ്ടായിരിക്കുന്ന സംഗതിയാണ്. അതൊരിക്കലും ഒരു സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹം ജനറാലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ ഫാക്ട്സ് എന്തല്ല, ആർ നോട്ട് ബൗണ്ട് ബൈ എൻ ഇൻഡിവിജ്വൽസ് ലൈഫ് ഓർ ഡെത്ത്. അതായത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ ഫാക്ടിനെ എന്ത് ബാധിക്കുന്നില്ല. ഇൻഡിവിജ്വൽ മരിക്കുന്നതോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ജീവിതം സോഷ്യൽ ഫാക്ടിനെ ബാധിക്കുന്നില്ല. അത് നിരന്തരം ഓരോ ജനറേഷൻ കഴിയുന്നതോടും ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അത് നിരന്തരം അവിടെ ജനിക്കുന്ന ആളുകളുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതിന് സ്വയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു നാച്ചർ ഉണ്ട്. അതിനെ എന്തില്ല, നമ്മൾ അതില്ല എന്ന് കരുതിയിട്ട് അത് അവിടെ ഇല്ലാതാവുന്നില്ല, അത് കാലാകാലം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് സോഷ്യൽ ഫാക്ടിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈപ്പ് ഓഫ് സോഷ്യൽ ഫാക്ടുകളാണ്. വിവിധ തരം സോഷ്യൽ ഫാക്ടുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, വിവിധ ടൈപ്പ് ഓഫ് സോഷ്യൽ ഫാക്ടുകൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടിലേക്ക് വരുന്ന സമയത്ത് അതിലെന്താണ്, സോഷ്യൽ സ്ട്രക്ചറുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇവിടെ നിലനിൽക്കുന്ന, അതായത് നമുക്കൊക്കെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനൊക്കെ കഴിയുന്ന സംഗതികൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടുകളായിട്ട് പറയുന്നത്. അതായത് സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചർ, നമ്മളെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഫോംസ് ഓഫ് ടെക്നോളജി, അതുപോലെ ലീഗൽ കോഡുകൾ, ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്താണ് നമുക്ക് കാണാനും അതുപോലെ എംപെരിക്കലി വെരിഫൈ ചെയ്യാനൊക്കെ കഴിയുന്ന സംഗതികളാണ്.
അപ്പൊ അതൊക്കെ എന്താണ് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്ന് പറയും. അപ്പോൾ ഈ അതിലെന്തൊക്കെ വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോ, ആർക്കിടെക്ചർ, ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട് മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടിന്റെ. പിന്നീട് വരുന്നതാണ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടറുകൾ. നോൺ മെറ്റീരിയലിൽ എന്താണ്, സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അത് നമ്മുടെ മനസ്സിലെ മൈൻഡുകൾ, ആളുകളുടെ മൈൻഡിൽ മാത്രം ഉണ്ടാകുന്ന ഒരു അബ്സ്ട്രാക്ട് എലമെന്റുകളായിരിക്കും. അതായത് കൾച്ചർ, സോഷ്യൽ നോംസ്, മൊറാലിറ്റി, കളക്റ്റീവ് കോൺഷ്യസ്നസ്, ഇത്തരത്തിൽ വിവിധമായിട്ട് നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും കഴിയാത്ത അബ്സ്ട്രാക്റ്റ്ലി നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഗതികളൊക്കെ എന്താണ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടറുകൾ എന്ന് പറയുന്നു. ഈ നോംസുകൾ അതിന്റെ എക്സാമ്പിൾ ആണ്. വാല്യൂസ്, കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, ഇതൊക്കെ എന്താണ് മറ്റ് നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ടറിൽ വരുന്നു. പിന്നെ വരുന്നതാണ് എന്ത്, ഈ നോർമൽ സോഷ്യൽ ഫാക്ടർ. അത് അദ്ദേഹം വീണ്ടും വേറൊരു 2 ടൈപ്സ് ഓഫ് സോഷ്യൽ ഫാക്ടറുകളെ പറ്റി പറയുന്നുണ്ട്. അതെന്താണ് നോർമൽ സോഷ്യൽ ഫാക്ടറുകൾ എന്ന് പറയുന്നതും പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ടറുകൾ. അതിൽ നോർമൽ സോഷ്യൽ ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന, നോർമലി കാണപ്പെടുന്ന, ഉണ്ടാവുന്ന ഫാക്ടുകൾ. അതിലിപ്പോൾ എന്ത് മെറ്റീരിയലും വരാം, നോൺ മെറ്റീരിയലൊക്കെ വരാം. ബിഹേവിയേഴ്സ്, വാല്യൂസ്, നോംസ്, അത് അവിടെ പ്രിവലന്റ് ആയിട്ടുള്ള സംഗതികൾ, ഈ ആ ഒരു പ്രത്യേക സമൂഹത്തിന് പ്രിവലന്റ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നോർമൽ സോഷ്യൽ ഫാക്ടർ ആയിട്ട് പറയുന്നു. അതെന്തായിരിക്കും, ഒരു പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. നമ്മുടെ പോസിറ്റീവ് ഇൻ ദ സെൻസ് സ്റ്റെബിലിറ്റി, സമൂഹത്തിന്റെ സ്റ്റെബിലിറ്റിക്ക്, ഫങ്ഷനിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ ഓർഡർ നിലനിർത്താൻ, കോഹഷൻ നിലനിർത്താൻ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് എന്ത് നോർമൽ സോഷ്യൽ ഫാക്ടർ. ആ ഫങ്ഷണലിസ്റ്റ് ആസ്പെക്റ്റിലാണ് അത് വിശദീകരിക്കുന്നത്. സമൂഹത്തിന്റെ നിലനിൽക്കുന്നതിനും അതിന്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ നോർമൽ സോഷ്യൽ ഫാക്ടറുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം അതേപോലെ തന്നെ പറയുന്നുണ്ട് പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ടറിലേക്ക് വരുമ്പോൾ ബേസിക്കലി ഒന്നുമില്ല, എന്താണ് നോർമൽ സോഷ്യൽ ഫാക്ടിന്റെ ഒരു ഡീവിയേഷൻസ്. അദ്ദേഹം പറയുന്നത് പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ട്സ് ആർ ബിഹേവിയേഴ്സ് ഓർ നോംസ് ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദ കളക്റ്റീവ് നോം ഓഫ് ദ സൊസൈറ്റി ടു ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ദേ ആർ ഹാർംഫുൾ ഓർ ഡിസ്ഫങ്ഷൻ. അത് സമൂഹത്തിന്റെ ഫങ്ഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന് ഹാർംഫുൾ ആകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ സോഷ്യൽ ഫാക്ടറുകൾ അവിടെ ഉണ്ടാവും. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് ഈ നോർമലിനെ നിന്ന് ഡീവിയേഷൻ സംഭവിക്കുന്നു, ചില കാര്യങ്ങൾ ഡീവിയേഷൻ സംഭവിക്കുന്നു. അതെന്ത് ചെയ്യുന്നത് നെഗറ്റീവ്ലി സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക്, അതുപോലെ സൊസൈറ്റിയുടെ ഓർഡറിന്, എല്ലാ സൊസൈറ്റിയുടെ കൊഹഷന്, ഇതിനൊക്കെ ബാധിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, പാത്തോളജിക്കൽ സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടൈപ്പ് ഓഫ് സോഷ്യൽ ഫാക്ടറുകൾ ഉണ്ട്, മനസ്സിലാക്കുക. പിന്നെ വരുന്നത് എന്താണ്, സോഷ്യൽ ഫാക്ടിന്റെ എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ തന്നെ എന്താണ് സോഷ്യൽ ഫാക്ടിന്റെ എക്സാമ്പിളുകളായിട്ട് വരുന്നത്. ലീഗൽ ആൻഡ് മോറൽ റൂൾസ്, അതുപോലെ റിലീജിയസ് ഡോഗ്മാസ്, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫോക്ക് ലോറുകൾ, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ എന്താണ് സോഷ്യൽ ഫാക്ടിന്റെ എക്സാമ്പിളുകൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചെറിയൊരു ഏരിയയാണ് ദർക്കീമിന്റെ സോഷ്യൽ ഫാക്ട്. എന്നാൽ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമും കൂടിയാണ്. അപ്പോൾ സോഷ്യൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹം സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡിസിപ്ലിനെ ഒരു പഠന മേഖല കൊണ്ടുവരുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. അതായത് ഫിലോസഫി, സൈക്കോളജി അല്ലെങ്കിൽ ബയോളജി എന്നുള്ള ഡിസിപ്ലിനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, സോഷ്യോളജി വ്യത്യസ്തമാക്കുന്നത് എന്താണ്, സോഷ്യൽ ഫാക്ടുകളാണ് എന്ന് പറയുന്നത്. അതുപോലെ അതിനെ പഠിക്കേണ്ടത്, സമൂഹത്തെ പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഒരു മെത്തേഡും കൂടിയാണ് സോഷ്യൽ ഫാക്ടുകൾ പഠിക്കുന്നത്. പിന്നെ അതിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ഫാക്ടുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു തിങ് ആയിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ് അദ്ദേഹം സൂയി ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ ഫാക്ടിനെ സംബന്ധിച്ച്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളും നമ്മളെ എങ്ങനെ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, ആ തീരുമാനം എങ്ങനെ വരുന്നതാണ്, സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസിന്റെ പുറത്തുണ്ടാവുന്നതാണ്. നമ്മളെപ്പോഴും അതിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആസ് എൻ ഇൻഡിവിജ്വൽ എന്തായിരിക്കും, അത് എപ്പോഴും നമ്മളെ മേലിൽ പവർ എക്സേർട്ട് ചെയ്യുന്നു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത്, അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ ആയിരിക്കും. പിന്നെ വരുന്നതാണ് അത് കൺസ്ട്രെയിൻ ചെയ്യുന്നു നമ്മളെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളല്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ എന്താണത്, അതൊരു ജനറാലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ സോഷ്യൽ ഫാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, താങ്ക് യു.